ഈസ്റ്റർ, റംസാൻ, വിഷു എന്നിവ പ്രമാണിച്ചും വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വമ്പൻ ആനുകൂല്യങ്ങൾ ഓരോ വ്യക്തികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 3 മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ആദ്യ ഗഡുവായ 1600 രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് മറ്റ് 2 സന്തോഷ വാർത്തകൾ കൂടി എത്തിയിരിക്കുന്നത്. കേരളത്തിലെ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു വിതരണവും ഉടനെ ആരംഭിക്കുന്നു. ഇലക്ട്രോണിക് KYCയും ലാൻഡ് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വളരെ വൈകാതെ തന്നെ 17ാം ഗഡുവായ 2000 രൂപ എത്തിച്ചേരുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒക്ടോബർ-നവംബർ മാസത്തിലെ തുകയായ 3200 രൂപ വീതം 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച മുതൽ വിതരണം നടത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഏപ്രിൽ ആദ്യവാരം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കി. 2021 ഡിസംബർ 31-നകം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി 4883 കോടി രൂപ സർക്കാർ കടമെടുക്കും. പെൻഷൻ വിതരണം ഏപ്രിൽ മാസം 13ഓടുകൂടി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 14-നാണ് വിഷു. എന്നാൽ വിവിധ പെൻഷനുകളിലെ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം ഇതുവരെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുന്നതാണ്.